بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിതത്തിൻ്റെ മുഴുമേഖലകളിലും ചിട്ടയാർന്ന ക്രമമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തില് ബാത്തിലാണെന്ന് അറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥമാണ് കഴിഞ്ഞയാഴ്ച നാം ആരംഭിച്ചത്. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചത്. ഈ ഗ്രന്ഥം രചിക്കാനുള്ള കാരണം ഒരു സഹോദരൻ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയോട് ചോദിച്ച ഒരു ഫത്വയാണ്, അല്ലെങ്കിൽ ഒരു പരിഹാരമാണ്. അദ്ദേഹം നേരിടുന്ന ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം, ആ പ്രയാസത്തിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം വേണം. അത് അദ്ദേഹം ചെയ്യുന്ന ഒരു പാപമാണ്. ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല, അതിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയോട് ഒരു ചോദ്യം ചോദിച്ചതാണ്. ചോദ്യത്തിൻ്റെ മറുപടിയിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു. ഒന്ന്, ഏതൊരു രോഗമുണ്ടോ അതിന് ശമനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗങ്ങൾക്ക് ശമനം നൽകിയിട്ടുണ്ട്, ശിഫാ നൽകിയിട്ടുണ്ട്, ചികിത്സ ഇറക്കിയിട്ടുണ്ട്, ഏത് രോഗമാകട്ടെ. അങ്ങനെ ഇറക്കിയിരിക്കുന്ന ശിഫാകളിൽ ഏറ്റവും പ്രയോജനപ്രദമായത്, ഏറ്റവും വിജയപ്രദമായ ശിഫാ എന്നത്, ചികിത്സ എന്നത്, അത് പരിശുദ്ധ ഖുർആനാണ് എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള രണ്ടാമതായിട്ട് പറഞ്ഞത്. അതിനെ പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള തെളിവ് അദ്ദേഹം ഉദ്ധരിച്ചു. വലൗ ജഅൽനാഹു ഖുർആനൻ അഅജമിയ്യൻ ലഖാലു ലൗലാ ഫുസ്സിലത് ആയാതുഹു അഅജമിയ്യുൻ വഅറബി ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദൻ വശിഫാ. പരിശുദ്ധ ഖുർആൻ വിശ്വാസികൾക്ക് ഹുദയാണ്, ഷിഫാ ആണ് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്. അതേപ്രകാരം വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽമുഅ്മിനീൻ, ഇവിടെയും ഇതേ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിക്കുകയാണ്. ഇനി ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ശേഷം ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിച്ച ഒരു ഹദീസ് ഈ വിഷയത്തിൽ തെളിവായിട്ട് കൊണ്ടുവരികയാണ്. അതായത് പരിശുദ്ധ ഖുർആൻ ഷിഫാ ആണ്, അത് രോഗങ്ങൾക്ക് ശമനമാണ്, അത് മനസ്സിലുണ്ടാകുന്ന കുഫ്ർ, ഷിർക്ക്, അല്ലെങ്കിൽ അസൂയ, പക, ഇതുപോലുള്ള ഹൃദയത്തെ ബാധിക്കുന്നതായ രോഗങ്ങളാകട്ടെ, അതല്ല ശരീരത്തിന് ബാധിക്കുന്ന രോഗങ്ങളാകട്ടെ, ഏതിനും ഷിഫാ തന്നെയാണ് എന്നുള്ളതിലേക്ക് വ്യക്തമായ സൂചന നൽകുന്ന
ഹദീസ് ഇമാം കൊണ്ടുവരികയാണ്. വഖദ് സബത ഫി സ്വഹീഹൈൻ മിൻ ഹദീസ് അബി സഈദ് റളിയല്ലാഹു അൻഹു. അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു, ഇൻതലഖ നഫറുൻ മിൻ അസ്ഹാബിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫറത്തിൻ സഫറുഹാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ നിന്ന് ഒരു സംഘം ആളുകൾ അവർ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് പുറപ്പെട്ടു. ആ യാത്രാവേളയിൽ ഹത്താ നസലു അലാ ഹയ്യിൻ മിൻ അഹ്യാഇൽ അറബി ഫസ്തദാഫൂഹു. അറബികളിൽപ്പെട്ട ഒരു ഗോത്രത്തിൽ അവർ വിശ്രമത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി. യാത്രയുടെ ഇടയിൽ അവർ ഒരു ഗോത്രത്തിൽ ഇറങ്ങി, അറബികളുടെ ഒരു ഗോത്രത്തിൽ ഇറങ്ങുകയും അവിടെയുള്ള ആ ഗോത്ര വിഭാഗക്കാരോട് ഫസ്തദാഫൂഹു, തങ്ങൾക്ക് ആതിഥ്യമരുളണം, തങ്ങളെ സ്വീകരിക്കണം, അതിഥികളായി സ്വീകരിക്കണം എന്ന് ആ സ്വഹാബികൾ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഫഅബൗ അൻ യുദയ്യിഫൂഹും, ആ ഗോത്രം അവരെ സ്വീകരിക്കാൻ തയ്യാറായില്ല, അവർക്ക് ആതിഥ്യമരുളിയില്ല. അങ്ങനെ ഇരിക്കെ ഫലുദിഖ സയ്യിദു ദാലികൽ ഹയ്യ്, ആ സന്ദർഭത്തിലാണ് ആ ഗോത്രത്തിലെ സയ്യിദ് നേതാവിന് വിഷം തീണ്ടുകയുണ്ടായി. അദ്ദേഹത്തിന് വിഷമേൽക്കുകയും ഫസഅഉ ലഹു ബികുല്ലി ഷൈഇൻ, അവർ അവർക്കറിയാവുന്ന ചികിത്സകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പരിശ്രമിച്ചു. പക്ഷേ ഫലം യൻഫഉഹു ഷൈഉൻ, ഒരു ചികിത്സയും അദ്ദേഹത്തിന് പ്രയോജനം ചെയ്തില്ല. അദ്ദേഹം അതേ അവസ്ഥയിൽ തന്നെ തുടർന്നു. ഫഖാല ബഅദുഹും ലിബഅദിൻ ലൗ അതൈതും ഹൗലാഇ റഹ്ത അല്ലദീന നസലു. അപ്പോൾ അവരിൽ ചില ആളുകൾ മറ്റു ചിലരോട് പറഞ്ഞു, നമ്മിൽ ചിലർ ഇവിടെ ഇറങ്ങിയിരിക്കുന്ന ആ സംഘത്തിന്റെ അടുക്കൽ ഒന്ന് സമീപിച്ചു നോക്കിയാലോ. ഒരു സംഘം ആളുകൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്, അവരെ ഒന്ന് സമീപിച്ചാലോ. ലഅല്ലഹു അൻ യകൂന ഇൻദഹും ബഅദുഹും ലഅല്ലഹു അൻ യകൂന ഇൻദ ബഅദിഹിം ഷൈഉൻ, അവരിൽ ചിലരുടെ അടുക്കൽ ചിലപ്പോൾ എന്തെങ്കിലും ചികിത്സക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടായേക്കാം, അവരെ ഒന്ന് സമീപിക്കാമെന്നുള്ള അഭിപ്രായം വന്നു. അങ്ങനെ ഫഅതൗഹും, സ്വഹാബികളുടെ അടുക്കൽ അവർ വന്നു. എന്നിട്ട് ചോദിച്ചു, യാ അയ്യുഹർ റഹ്തു ഇന്ന സയ്യിദനാ ലുദിർ, അല്ലയോ സംഘമേ, ഞങ്ങളുടെ നേതാവിന് വിഷം തീണ്ടിയിരിക്കുകയാണ്. വസഅയ്നാ ലഹു ബികുല്ലി ഷൈഇൻ ലാ യൻഫഉഹു ഷൈഉൻ, ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി എല്ലാ വസ്തുക്കൾ കൊണ്ടും ചികിത്സിച്ചു നോക്കി, പക്ഷെ അദ്ദേഹത്തിന് യാതൊന്നും പ്രയോജനം ചെയ്തിട്ടില്ല. ഫഹൽ ഇൻദ അഹദിൻ മിൻകും മിൻ ഷൈ, അതുകൊണ്ട് നിങ്ങളിൽ ആരുടെയെങ്കിലും അടുക്കൽ എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ എന്ന് ചോദിച്ചു. ഈ സന്ദർഭത്തിൽ ഫഖാല ബഅദുഹും, സ്വഹാബികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, വല്ലാഹി ഇന്നി ലഅർഖി. സ്വഹാബിയുടെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. വല്ലാഹി ഇന്നി ലഅർഖി, അല്ലാഹുവാണ് സത്യം, നിശ്ചയമായും ഞാൻ റുഖിയ ചെയ്യും, ഞാൻ മന്ത്രിക്കും എന്ന് ആ സ്വഹാബി പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, വലാകിൻ വല്ലാഹി ലഖദ് ഇസ്തളഫ്നാകും ഫലം തുദയ്യിഫൂന, പക്ഷേ ഒരു നിബന്ധനയുണ്ട്, ഞങ്ങൾ നിങ്ങളോട് ഞങ്ങളെ സ്വീകരിക്കണം, അതിഥികളായി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ നിങ്ങൾ അത് നിരസിക്കുകയാണ് ചെയ്തത്, ഞങ്ങൾ അതിഥികളായിട്ട് നിങ്ങൾ സ്വീകരിച്ചില്ല. അതുകൊണ്ട് ഫമാ അന ബിറാഖിൻ ഹത്താ തജ്അലൂനി ജുഅല, ഞാൻ റുഖിയ ചെയ്യുകയില്ല, എനിക്ക് ഒരു ജുഅൽ, അതിന് പ്രതിഫലമായിട്ട് എന്തെങ്കിലും ഒന്ന് നിശ്ചയിച്ചു തന്നാലല്ലാതെ ഞാൻ റുഖിയ ചെയ്യുകയില്ല എന്ന് സ്വഹാബി പറഞ്ഞു. അങ്ങനെ ഫസാലഹൂഹും അലാ ഖതീഇൻ മിനൽ ഗനം, ഒരു സംഘം, ഒരു കൂട്ടം ആടുകളെ കൊടുക്കാം എന്നുള്ള വ്യവസ്ഥയുടെ മേൽ അവർ ധാരണയിലായി. 30 ആടുകളാണ് എന്ന് ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഫന്തലഖ യത്ഫുലു അലൈഹി വയഖറ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ആ സ്വഹാബി ഈ രോഗിയുടെ ശരീരത്തിലേക്ക് ഊതിക്കൊണ്ട് പാരായണം ചെയ്യാൻ ആരംഭിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഫന്തലഖ യത്ഫുലു എന്ന് പറഞ്ഞാൽ ഉമിനീര് ചെറിയ രീതിയിൽ തെറിപ്പിക്കുന്ന രീതിയിലുള്ള ഊത്താണ്. അങ്ങനെ ഊതിക്കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തു. ഫകഅന്നമാ നുഷിത മിൻ ഇഖാലി, ഉടനെ തന്നെ കാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മൃഗങ്ങളെയെല്ലാം അതിൽ നിന്ന് അഴിച്ചുവിട്ടാൽ പെട്ടെന്ന് ഓടിപ്പോകുന്നത് പോലെ, കെട്ടിൽ നിന്ന് അഴിക്കപ്പെട്ടതുപോലെ ഈ മനുഷ്യൻ എന്ത് ചെയ്തു, വളരെ വേഗതയിൽ ഉണർന്നു. ഫന്തലഖ യംശി, എന്നിട്ട് അദ്ദേഹം നടക്കാൻ തുടങ്ങി. വമാ ബിഹി ഖലബത്തുൻ, അദ്ദേഹത്തിന് യാതൊരുവിധ രോഗങ്ങളും ഇല്ല എന്നതുപോലെ അദ്ദേഹം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഫഔഫൗഹും ജുഅലഹും അല്ലദീ സാലഹൂഹും അലൈഹി, അങ്ങനെ അവർ
വച്ചിരിക്കുന്ന നിബന്ധന അനുസരിച്ച് ആ ആടിൻ്റെ കൂട്ടത്തെ ഇവർക്ക് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ ആടിൻ്റെ കൂട്ടത്തെ എല്ലാം ഇവർ സ്വീകരിച്ചു സഹാബികൾ. എന്നിട്ട് അവർ ചില ആളുകൾ പറഞ്ഞു ഇഖ്തസിമു, ഇതിനെ വീതം വെക്കണം. അവരൊരു സംഘം സഹാബികളുണ്ട്, ഈ ആടിനെ വീതം വെച്ചിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു ഓരോ ആളുകൾക്ക്. അപ്പോൾ ഈ മന്ത്രിച്ച സഹാബി പറഞ്ഞു ലാ നഫഅലു ഹത്താ നഅതിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫനദ്കുറ ലഹു അല്ലദീ കാൻ. നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യേണ്ടതില്ല, അങ്ങനെ വീതം വെക്കേണ്ടതില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുക്കൽ ചെല്ലുകയും ഈ കാര്യം പറയുകയും ചെയ്തതിന് ശേഷമാകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫനദ്കുറമായ നൂറന സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നവർ പറഞ്ഞു. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുക്കൽ ചെന്നു. ഫഖദിമു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദകറു ലഹു ദാലിക്, നബിയുടെ കാര്യങ്ങൾ പറഞ്ഞു. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു വമാ യുദ്രീക അന്നഹാ റുഖിയ, ഇത് റുഖിയയാണ് എന്ന്. ഈ സൂറത്തുൽ ഫാത്തിഹ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫാത്തിഹ റുഖിയയാണ് എന്ന് നിനക്ക് അറിയിച്ചു തന്നത് എന്താണ്, എങ്ങനെയാണ് നീ അത് മനസ്സിലാക്കിയത്, ഇത് റുഖിയയാണ് എന്നുള്ളത് എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു ഖദ് അസബതു, നിങ്ങൾ ചെയ്തിരിക്കുന്നത് ശരിയായ നിലപാടാണ്, നിങ്ങൾ ചെയ്തിരിക്കുന്നത് യാതൊരു തെറ്റുമില്ല, ശരിയാണ് നിങ്ങൾ ചെയ്തത്. ഇഖ്തസിമു, നിങ്ങളത് വീതം വെച്ചുകൊള്ളുക. വദുരിബൂലി മഅകും സഹമ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സഹമ, ഒരു ഓഹരി എനിക്കും തരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിച്ച വളരെ പ്രധാനപ്പെട്ട ഈ വിഷയത്തിലുള്ള ഒരു ഹദീസാണ്. ഇവിടെ സാധാരണ രീതിയിൽ വിഷം തീണ്ടിക്കഴിഞ്ഞാൽ മരണം വരെയും പ്രാപിക്കാം മനുഷ്യർക്ക്. അങ്ങനെയുള്ള ഒരു രോഗത്തെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ സഹാബി മന്ത്രിച്ച ഉടനെ, അതിന് ശേഷം പിന്നീട് എന്തുണ്ടായിട്ടില്ല, താമസമുണ്ടായില്ല, മന്ത്രിച്ച ഉടനെ തന്നെ ഈ മനുഷ്യൻ യാതൊരു രോഗവുമില്ല എന്നതുപോലെ എഴുന്നേറ്റ് നടന്നു എന്ന് ഈ ഹദീസ് കാണാൻ സാധിക്കും. എന്നിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ് ഫഖദ് അഖറ ഹാദ ദവാഉ ഫീ ഹാദ ദാഇ, ഈ രോഗത്തിന് ഈ മരുന്ന് എന്ത് ചെയ്തു, അതിൽ സ്വാധീനം ചെലുത്തി, പ്രതിഫലനം ഉണ്ടാക്കി. വഅസാലഹു, ആ രോഗത്തെ നീക്കം ചെയ്തു. ഹത്താ കഅൻ ലം യകുൻ, അങ്ങനെ ഒരു രോഗമേ ഉണ്ടായിട്ടില്ല എന്നതുപോലെ ആ രോഗത്തെ പൂർണ്ണമായും നീക്കം ചെയ്തു. വഹുവ അസ്ഹലു ദവാഇൻ വൈസർ, എന്നിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ് ഇത് വളരെ ലളിതവും എളുപ്പവുമുള്ള ഒരു ചികിത്സയാണ്, വളരെ എളുപ്പവും ലളിതവുമായ ഒരു മരുന്നാണ് ഫാത്തിഹ കൊണ്ട് മന്ത്രിക്കുക എന്നുള്ളത്. വലൗ അഹ്സനൽ അബ്ദു തദാവിയ ബിൽ ഫാത്തിഹ, ഒരു അടിമ ഫാത്തിഹ കൊണ്ട് മന്ത്രിക്കാൻ, ചികിത്സിക്കാൻ നല്ല രീതിയിൽ പഠിക്കുകയാണ് എങ്കിൽ, അതിനെ മനസ്സിലാക്കുകയാണ് എങ്കിൽ നിശ്ചയമായും അതിൽ അത്ഭുതകരമായ പ്രതിഫലനങ്ങൾ, അത്ഭുതകരമായിട്ടുള്ളതായ ഷിഫാ, അതിൻ്റെ തഅ്തീർ, സ്വാധീനം അവന് കാണാൻ സാധിക്കും എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് കൊണ്ടുവന്നു. എന്തിന്? ഇത് ഷിഫ ആണ് എന്നുള്ളതിലേക്ക്. അതിനുശേഷം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഉണ്ടായിരിക്കുന്ന ഒരു അനുഭവം അദ്ദേഹം കൊണ്ടുവരികയാണ്. വമക്കത്തു ബിമക്കത മുദ്ദതൻ തഅതരീനി അദ്വാഉൻ, ഞാൻ കുറച്ചു കാലം മക്കയിൽ താമസിച്ചു. മക്കയിൽ താമസിക്കുമ്പോൾ എനിക്ക് ചില രോഗങ്ങൾ എന്നെ പിടികൂടി, എന്നെ ബാധിച്ചു. വലാ അജിദു തബീബൻ വലാ ദവാഅൻ, ഞാൻ ഡോക്ടർമാരെ കണ്ടില്ല, അതേപ്രകാരം മരുന്നുകളും എനിക്ക് ലഭിച്ചില്ല. ഈ സന്ദർഭത്തിൽ ഫഖുൽതു ഉആലിജു നഫ്സി ബിൽ ഫാത്തിഹ, ഞാൻ എൻ്റെ നഫ്സിനെ ഫാത്തിഹ കൊണ്ട് ചികിത്സിച്ചു. ഫഅറാ ലഹാ തഅ്തീറൻ അജീബൻ, അദ്ഭുതകരമായ നിലയിൽ അതിൻ്റെ സ്വാധീനം എനിക്ക് കാണാൻ സാധിച്ചു. ഫകുന്തു അസിഫു ദാലിക ലിമൻ യഷ്തകി അലമ, എന്നിട്ട് അദ്ദേഹം പറയുകയാണ് രോഗം കൊണ്ട്, വേദനകൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഞാൻ ഈ മരുന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഫകാന കതീറൻ മിൻഹും യബ്റഉ സരിഅ, അവരിൽ ധാരാളം ആളുകൾക്ക് വളരെ വേഗതയിൽ രോഗശമനം ഉണ്ടായി എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ ഷിഫ ആണ്, അതുകൊണ്ട് മന്ത്രിച്ചാൽ വലിയ അത്ഭുതകരമായ റിസൾട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്ന് ഉറപ്പിച്ച് തന്നെ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും തെളിവുകൾ വെച്ചുകൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്. ഇതിൻ്റെ മര്യാദ സ്വന്തം ഓരോ ആളുകളും അവരവരെ മന്ത്രിക്കുക എന്നുള്ളതാണ്. ഓരോ ആളുകളും അവരവരെ മന്ത്രിക്കുക എന്നുള്ളതാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ചെയ്തതുപോലെ അദ്ദേഹത്തിന് ഡോക്ടറെ കാണാൻ സാധിച്ചില്ല, മരുന്നുകൾ ലഭിച്ചില്ല, അദ്ദേഹം സ്വയം എന്ത് ചെയ്തു, പരിശുദ്ധ
ഫാത്തിഹ കൊണ്ട് മന്ത്രിച്ചു. അദ്ദേഹം ചില ആളുകൾക്ക് രോഗം കണ്ടപ്പോൾ അദ്ദേഹത്തോട് പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങളും എന്ത് ചെയ്യണം, ഫാത്തിഹ കൊണ്ട് ചികിത്സിച്ചാൽ മതി എന്ന് നിർദ്ദേശം കൊടുത്തു. ഇവിടെ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറയുന്നത് കാണാൻ സാധിക്കും. ഖുർആൻ കൊണ്ട് മന്ത്രിക്കുക എന്നുള്ളത് എന്താണ്? ശിഫ കിട്ടുന്ന കാര്യം തന്നെയാണ്. അതിൽ സലഫുകളുടെ മാതൃക സ്വയം ചികിത്സിക്കലാണ്, സ്വയം മന്ത്രിക്കലാണ്. എന്നാൽ അതിന് വിപരീതമായി റുഖിയ സെന്ററുകൾ സ്ഥാപിക്കുക എന്നുള്ളത് സലഫുകളുടെ മാതൃകയിൽപ്പെട്ടതല്ല. റുഖിയ ചെയ്യുക എന്നുള്ളതായ സംസ്കാരം അത് സമൂഹത്തിൽ വ്യാപിപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ അതിനു വേണ്ടിയിട്ട് ഒരാൾ ഇരിക്കുകയും അതിലേക്ക് ആളുകൾ വരികയും ചെയ്യുന്ന സമ്പ്രദായം അത് സലഫുകളുടെ മാതൃകയിൽപ്പെട്ടതല്ല. ഇവിടെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ രോഗം ബാധിച്ചിരിക്കുന്ന ആളുകളോട് സ്വയം എന്ത് ചെയ്തോ? ചികിത്സിക്കാനാണ് പറഞ്ഞത് എന്ന് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ, ഈ കിതാബിനെ തന്നെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറയുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല, ഒരിക്കൽ ഇമാം താവൂസ് റഹിമഹുല്ലാ, താവൂസുൽ യമാനി റഹിമഹുല്ലാ, അദ്ദേഹം ഉബൈദുല്ലാഹി ഇബ്നു അബീ സാലിഹ് റഹിമഹുല്ലാ രോഗം ബാധിച്ച് കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് കയറി ചെന്നപ്പോൾ ഈ ഉബൈദില്ലാ റഹിമഹുല്ലാ ഇമാം താവൂസിനോട് പറഞ്ഞു, ഉദ്ഉല്ലാഹ ലിയ അബാ അബ്ദുറഹ്മാൻ, എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് താങ്കൾ ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇമാം താവൂസ് റഹിമഹുല്ലാ പറഞ്ഞു, ഉദ്ഉ ലിനഫ്സിക്, നീ തന്നെ നിന്റെ നഫ്സിന് വേണ്ടി ദുആ ചെയ്തു കൊള്ളുക. ഫഇന്നഹു യുജീബുൽ മുൽതറ ഇദാ ദഅ, മുൽതർ പ്രയാസം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾ അവന്റെ ദുആ ചെയ്താൽ അവന്റെ ദുആഇന് ഉത്തരമുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഇതേ സംഭവം തന്നെ മുൻഗാമികളിൽ നിന്ന് വീണ്ടും കാണാൻ സാധിക്കും. ഒരിക്കൽ മാലിക് ബിൻ ദീനാർ റഹിമഹുള്ളയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നു. എന്നിട്ട് പറഞ്ഞു, അന അസ്അലുക ബില്ലാ, അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, അൻ തദ്ഉലി ഫഅന മുൽതറുൻ, താങ്കൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, ഞാൻ പ്രയാസം അനുഭവിക്കുന്നവനാണ്, ബുദ്ധിമുട്ട് നേരിടുന്നവരാണ്. അപ്പോൾ പറഞ്ഞു, ഇദൻ ഫസ്അൽഹു, നീ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനാണ് എങ്കിൽ ഇദൻ ഫസ്അൽഹു, നീ തന്നെ എന്ത് ചെയ്തോ? അല്ലാഹുവിനോട് ദുആ ചെയ്തോ. ഫഇന്നഹു യുജീബുൽ മുൽതറ ഇദാ ദഅ, കാരണം പ്രയാസം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് നേരിടുന്ന ഒരാൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ട് എന്ന് പറഞ്ഞു. ഇത് മുൻഗാമികളുടെ മാതൃകയാണ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഉലമാക്കൾ ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് സ്വയം മന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നേക്കാം. അതിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടോ, ഖുർആൻ നല്ല രീതിയിൽ പാരായണം ചെയ്യാൻ അറിയില്ലാത്തത് കൊണ്ടോ, അധികാറുകൾ അറിയില്ലാത്തത് കൊണ്ടോ, അങ്ങനെയുള്ള ആളുകൾക്ക് ചെയ്യേണ്ടത് പരിശുദ്ധ ദീനിൽ ഇസ്ലാമിൻ്റെ ഹുക്കുമുകൾ പാലിച്ച് തഖ്വയോടെ ജീവിക്കുന്ന ആളുകളെ സമീപിക്കുകയും അവരുടെ അടുക്കൽ മന്ത്രിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതിന് വിരോധമില്ല. പക്ഷേ നല്ലത് എന്താണ്? സ്വയം മന്ത്രിക്കൽ തന്നെയാണ് എന്ന് ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട്. ഇതിനുശേഷം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ വളരെ പ്രധാനപ്പെട്ട ഒരു 3 കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ കൊണ്ട് റുഖിയ ചെയ്താൽ അതിന് ശിഫ ഉണ്ട്. പക്ഷേ അവിടെ പാലിക്കപ്പെടേണ്ട, നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 3 കാര്യം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു. വലാകിൻ ഹാഹുന അംറുൻ യംബഗി അത്തഫത്തുനു ലഹു, ഇവിടെ ഒരു കാര്യമുണ്ട്, വളരെ അത്യാവശ്യമാണ്, അതിനെ നല്ല രീതിയിൽ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമുണ്ട്. എന്താണ്? وهو أن الأذكار والآيات والأدعية التي يستشفى بها ويرقى بها, പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകൾ, അദ്കാറുകൾ, അതേപ്രകാരം തന്നെ ദുആകൾ, ഇങ്ങനെ ഷിഫാഇന് വേണ്ടിയിട്ട് ഷിഫ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പാരായണം ചെയ്യപ്പെടുന്ന ആയാത്തുകളാകട്ടെ, അദ്കാറുകളാകട്ടെ, ദുആകളാകട്ടെ, റുഖിയ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇവകൾ ഹിയ ഫീ നഫ്സിഹാ നാഫിഅത്തുൻ ഷാഫിയ, അത് സ്വയം തന്നെ എന്താണ്? പ്രയോജനപ്രദമാണ്, ഷിഫ നൽകുന്നതാണ്, ശമനം നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഷിഫ വെച്ചിട്ടുണ്ട്. അല്ലാഹു തന്നെ പറഞ്ഞതാണത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ സ്ഥിരപ്പെട്ടതാണ്. അതിൽ എന്തുണ്ട്? ഷിഫ ഉണ്ട്, ശമനമുണ്ട് എന്നുള്ളത്. എന്നാൽ വലാകിൻ തസ്തദഇ ഖബൂലൽ മഹല്ലി വഖുവത ഹിമ്മത്തിൽ ഫാഇലി വതഅതീറ, പക്ഷേ ഇതുകൊണ്ട് അതിൻ്റെ പ്രതിഫലനം, അതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈ ആയാത്തുകൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, ആ മഹല്ല്, മന്ത്രിക്കപ്പെടുന്നതായ രോഗി, അവിടെ അതിന് സ്വീകാര്യത ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആ മഹല്ല് സ്വീകാര്യതയുള്ള മഹല്ലായിരിക്കണം, മന്ത്രിക്കപ്പെടുന്ന മഹല്ല്. അതേപ്രകാരം തന്നെ മന്ത്രിക്കുന്ന വ്യക്തിയുടെ ഹിമ്മത്ത്,
അവൻ്റെ ആ വിഷയത്തിലുള്ള ഇൻട്രസ്റ്റ്, അവൻ്റെ താല്പര്യം, ആ താല്പര്യത്തിൻ്റെ ശക്തി വളരെ പ്രധാനമാണ്. അതേപ്രകാരം അവൻ്റെ ഈ വിഷയത്തിലുള്ള തഅ്സീർ, അതായത് അവൻ്റെ സ്വാധീനം, അവൻ എത്രത്തോളം ഇതിനെ ശക്തമായി വിശ്വസിക്കുന്നുണ്ട്, ഇതിൽ ശിഫാ ഉണ്ട് എന്നുള്ള ബോധം അവൻ്റെ ഹൃദയത്തിൽ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആ മന്ത്രിക്കുന്ന വ്യക്തിക്ക് അള്ളാഹുവിനുള്ള വിശ്വാസത്തിൻ്റെ ശക്തി എത്രയാണ്, ഇതൊക്കെയും ഈ വിഷയത്തിൽ എന്താണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ ഹദീസിൽ നാം പറഞ്ഞു, ആ സഹാബി പറഞ്ഞ വാക്യം, ആ സഹാബിയുടെ അടുക്കലേക്ക് എന്ത് ചെയ്തു, ഒരാൾ വന്ന് പറഞ്ഞു, എന്താണ്, വിഷം തീണ്ടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളുടെ അടുക്കൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ സഹാബി പറഞ്ഞത്, വല്ലാഹി ഇന്നി ലഅർത്തി, അള്ളാഹുവാണ് സത്യം, നിശ്ചയമായും ഞാൻ മന്ത്രിക്കും. ഞാനൊന്ന് മന്ത്രിച്ചു നോക്കാം എന്നല്ല അദ്ദേഹം പറഞ്ഞത്. എന്താണ്, അള്ളാഹുവാണ് സത്യം, ഞാൻ മന്ത്രിക്കുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട്, യഖീനുണ്ട്. എന്താണ്, പരിശുദ്ധ ഖുർആൻ കൊണ്ട് മന്ത്രിച്ചാൽ രോഗത്തിന് ശമനം ഉണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അതെന്താണ്, മന്ത്രിക്കുന്നയാളുടെ ആ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപ്രകാരം തന്നെ മന്ത്രിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതകളുണ്ട്. അവിടെ നിഷിദ്ധങ്ങൾ നടക്കുന്ന സ്ഥലമാകാതിരിക്കുക, വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെടുക, അതേപ്രകാരം തന്നെ മ്യൂസിക്കുകളോ മറ്റോ ഉണ്ടെങ്കിൽ അതിന് നീക്കം ചെയ്യുക. ഇങ്ങനെ ആ പറയുന്ന അന്തരീക്ഷം, മന്ത്രിക്കപ്പെടുന്ന അന്തരീക്ഷം വളരെ പരിശുദ്ധമായിരിക്കുക എന്നെല്ലാമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ഫമതാ തഖല്ലഫ ശിഫാഉ, ഷിഫാഇന് താമസം വരുന്നുണ്ട് എങ്കിൽ, എപ്പോഴാണ് ഷിഫാഇന് താമസം വരുന്നത്, അത് കാന ലിദുഅഫി തഅ്തീരിൽ ഫാഇൽ, ഇത് റുഖിയ ചെയ്യുന്ന ആളുടെ തഅ്തീറിന്റെ ബലഹീനത കൊണ്ടായിരിക്കാം, അവന്റെ ഈ വിഷയത്തിലുള്ളതായ താല്പര്യക്കുറവിന്റെ കാരണം കൊണ്ടായിരിക്കാം. അതല്ല എങ്കിൽ ഔ ലിഅദമി ഖബൂലിൽ മഹല്ലിൽ മുൻഫഇൽ, ഈ ബാധിതനായ വ്യക്തി, രോഗം ബാധിച്ചിരിക്കുന്നതായ വ്യക്തിയുടെ ആ മഹല്ലിൽ ഖബൂലിയത്ത് ഇല്ല എന്നുള്ള കാരണത്താലായിരിക്കാം. അതിന് പല കാരണങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ അന്തരീക്ഷം ചിലപ്പോൾ ശർഅ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള അന്തരീക്ഷമായി കൊള്ളണമെന്നില്ല. ശിർക്കുകളും ബിദ്അത്തുകളും ഖുറാഫാത്തുകളും കലർന്നിരിക്കുന്ന അന്തരീക്ഷമാണ് എങ്കിൽ, അതല്ല എങ്കിൽ വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ മ്യൂസിക്കുകളോ നിറഞ്ഞിരിക്കുന്ന അന്തരീക്ഷമാണ് എങ്കിൽ അവിടെയൊന്നും എന്ത് ചെയ്യണമെന്നില്ല, പ്രതിഫലനം ഉണ്ടാകണമെന്നില്ല. ഔലി മാനിഇൻ ഖവിയ്യിൻ ഫീഹി, അതല്ലെങ്കിൽ ആ രോഗിയിൽ ശക്തമായൊരു തടസ്സം ഉണ്ടാകാം. യംനഉ അൻ യൻജഅ ഫീഹി ദവാ, എന്ത് തടസ്സമാണ്, അവനിൽ ആ മരുന്ന് പ്രയോജനപ്രദമാകാൻ, വിജയപ്രദമാകുന്നതിന് തടയിടുന്ന ഏതെങ്കിലും ഒരു തടസ്സം ആ വ്യക്തിയിൽ ഉണ്ടാകാം, ആ രോഗിയിൽ ഉണ്ടാകാം. അതിനുശേഷം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട് ഏതെല്ലാം തടസ്സങ്ങളാണ് അവന് ദുആ കൊണ്ട് അല്ലെങ്കിൽ മന്ത്രം കൊണ്ട് റിസൾട്ട് ഉണ്ടാകാതിരിക്കാനുള്ള തടസ്സത്തിന് ശേഷം പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു തടസ്സം ആ രോഗിയിൽ ഉണ്ടാകാം. കമാ യകൂനു ദാലിക ഫിൽ അദ്വിയത്തി വൽ അദവാഇൽ ഹസ്സിയ, അത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഉള്ള ചികിത്സയിൽ മാത്രമല്ല, സാധാരണ ഹിസ്സിയായ മറ്റുള്ള രോഗങ്ങൾ, മനുഷ്യരുടെ ശരീരത്തിനെ ബാധിക്കുന്ന മറ്റുള്ള രോഗങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ മരുന്നുകൾ, ഇതിനെല്ലാം ഉള്ളതുപോലെ തന്നെ ഒരു തടസ്സം. ഇതുപോലെ ഫഇന്ന ആദമ തഅ്തീരിഹാ ഖദ് യകൂനു ലിഅദമി ഖബൂലി ത്വബീഅത്തി ലിദാലിക ദവാ, ഒരു പക്ഷേ ആ മരുന്ന് ഈ രോഗം ബാധിച്ചിരിക്കുന്നയാളിൽ ആ മരുന്ന് അവന്റെ പ്രകൃതം ഈ മരുന്നിന് സ്വീകരിക്കുന്നതായിക്കൊള്ളണമെന്നില്ല. ഒരാൾക്കൊരു രോഗം ബാധിച്ചു, മരുന്ന് കൊടുത്തു, ഗുളികകൾ കൊടുത്തു, മറ്റൊക്കെ കൊടുത്തു, പക്ഷേ ഈ മരുന്ന് ഈ രോഗിയുടെ പ്രകൃതം അതിന് സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. എല്ലാ മരുന്നും എല്ലാ രോഗികൾക്കും ചിലപ്പോൾ എന്താവില്ല, സ്യൂട്ടബിൾ ആയിക്കൊള്ളണമെന്നില്ല. വഖദ് യകൂനു ലിമാനിഅൻ ഖവിയ്യിൻ യംനഉ മിൻ ഇഖ്തിളാഇഹി അഥറഹു, ആ മരുന്നിന്റെ അഥർ, അതിന്റെ റിസൾട്ട് അവനിൽ ഉണ്ടാകുന്നതിന് തടയിടുന്ന ഒരു മാനിഅ, ഒരു തടസ്സം ഒരുപക്ഷെ അവനിൽ ഉണ്ടായേക്കാം. ഫഇന്ന ത്വബീഅത ഇദാ അഖദത് അദ്ദവാഅ ബിഖബൂലിൻ താമ്മിൻ കാന ഇന്തിഫാഉൽ ബദനി ബിഹി ബിഹസ്ബി ദാലികൽ ഖബൂൽ. അപ്പോൾ ആ രോഗിയുടെ പ്രകൃതം ആ മരുന്നിനെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുകയാണ് എങ്കിൽ, പൂർണ്ണാർത്ഥത്തിൽ ആ മരുന്നിനെ സ്വീകരിക്കുന്ന പ്രകൃതമാണ് എങ്കിൽ അതിനനുസരിച്ചുകൊണ്ട് ആ കബൂലിയത്തിന് സ്വീകരിക്കുന്നതിനനുസരിച്ചുകൊണ്ട് അവൻ്റെ ശരീരത്തിന് ആ മരുന്നിൻ്റെ പ്രയോജനം എന്ത് ചെയ്യുന്നതാണ്, ലഭിക്കുന്നതാണ്. ഇതേ പ്രകാരം തന്നെയാണ് ഇതേ പ്രകാരം തന്നെ ഒരു മനുഷ്യന്റെ ഹൃദയം ഈ മന്ത്രത്തെ സ്വീകരിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിനെ, അതിന്റെ ആയാത്തുകളെ, അദ്കാറുകളെ, ദുആഇനെ സ്വീകരിക്കുകയാണെങ്കിൽ, അതേ പ്രകാരം തന്നെ അള്ളാഹുവിനോടുള്ളതായ രക്ഷ ചോദിക്കല്, തഅവൂദാത്തുകൾ,
ഇതിനെല്ലാം പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുകയാണ് എങ്കിൽ അതേപ്രകാരം മന്ത്രിക്കുന്ന വ്യക്തി അവരിൽ നല്ല ആവേശമുള്ളതായ, നല്ല ഹിമ്മത്തുണ്ട്, നല്ല മനസ്സാന്നിധ്യമുണ്ട്, ഇങ്ങനെ പ്രതിഫലം ഉണ്ടാക്കുന്ന ഈമാനുള്ള ഒരു വ്യക്തിയാണ് അത് ചെയ്യുന്നത് എങ്കിൽ ആ രോഗം മാറുന്നതിൽ എന്ത് ചെയ്യും? ഈ പറയുന്ന റുഖിയ പൂർണ്ണാർത്ഥത്തിൽ അത് പ്രതിഫലനം ഉണ്ടാക്കും എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് രോഗചികിത്സയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ കാര്യമായിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് കൊണ്ടുവരുന്നത് എന്താണ്? പരിശുദ്ധ ഖുർആനിനെ ഒരു ചികിത്സയായിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ തന്നെയാണ്. സൂറത്തുൽ ഫാത്തിഹ ഒരു മനുഷ്യനിൽ, രോഗിയിൽ ഓതി മന്ത്രിച്ചു കഴിഞ്ഞാൽ അത്ഭുതകരമായ പ്രതിഫലനങ്ങൾ അവനുണ്ടാകും. ഷിഫാ അത്ഭുതകരമായ രീതിയിൽ ദർശിക്കാൻ സാധിക്കും. ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് ഖുർആനും സുന്നത്തും എല്ലാം നമ്മൾ പഠിപ്പിക്കുകയാണ്. പക്ഷേ ആ പറയുന്ന യഖീൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ആ രീതിയിൽ നാം അതിനെന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ അല്ലാഹു തൗഫീഖ് നൽകും. വീണ്ടും ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വകദാലിക ദുആ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ശമന മാർഗമാണ്. ഇതേ പ്രകാരം തന്നെയാണ് ദുആ എന്നുള്ളത്. ഫഇന്നഹു മിൻ അഖ്വൽ അസ്ബാബി ഫീ ദഫഇൽ മക്റൂഹി വഹുസൂലിൽ മത്ലൂബ്. മക്റൂഹായ, വെറുക്കപ്പെട്ട, പ്രയാസകരമായ കാര്യങ്ങൾ തടുക്കുന്നതിൽ, അതേപ്രകാരം തന്നെ ആവശ്യമുള്ള, നാം ആവശ്യപ്പെടുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതിൽ വലിയ അതിശക്തമായ കാരണങ്ങളിൽപ്പെട്ട ഒന്നാണ് ദുആ എന്നുള്ളത്. ദുആ മുഖേന നാം പേടിക്കുന്ന, പ്രയാസം നേടുന്ന കാര്യങ്ങൾ തട്ടി അകറ്റാൻ സാധിക്കും. അതേപ്രകാരം തന്നെ നമുക്ക് ആഗ്രഹമുള്ള, നാം തേടുന്ന കാര്യങ്ങൾ നമുക്ക് അത് മുഖേന സാധിച്ചെടുക്കാനും സാധിക്കും. വലാകിൻ ഖദ് യതഖല്ലഫു അൻഹു അഥർ, ഇവിടെയും ഇന്നുണ്ട് ചില നിബന്ധനകളുണ്ട്. വലാകിൻ ഖദ് യതഖല്ലഫു അൻ അഥർ, ചിലപ്പോൾ ദുആഇന്റെ അഥർ, അതിന്റെ പ്രതിഫലനം, അതിന്റെ റിസൾട്ട് താമസം നേരിട്ടേക്കാം. ഇമ്മാ ലിദുഅഫിൻ ഫീ നഫ്സിഹി, അതിനുള്ള കാരണം ഒന്നുകിൽ ദുആ ചെയ്യുന്നവന്റെ മനസ്സിന്റെ ബലഹീനതയാണ്, ദുർബലതയാണ്. ബിഅൻ യകൂന ദുആഅൻ ലാ യുഹിബ്ബുഹു അല്ലാഹു, ചിലപ്പോൾ അവൻ ചെയ്യുന്ന ദുആ അല്ലാഹുവിന് ഇഷ്ടമായി കൊള്ളണമെന്നില്ല, ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിനായിരിക്കാം അവൻ ദുആ ചെയ്തത്. ഏതുപോലെ ലിമാ ഫീഹി മിനൽ ഉദ്വാൻ, അതിക്രമകരമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട്, ആരെങ്കിലും ഒരു സഹോദരനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ചെയ്തത്, ദുആ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല. അത് സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ റഹ്മത്താണ്. അല്ലാഹു ദുആ സ്വീകരിക്കും, പക്ഷേ അതിക്രമപരമായ ദുആകൾ സ്വീകരിക്കുകയില്ല. അത് സ്വീകരിക്കാതിരിക്കലാണ് മനുഷ്യന് നന്മ. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും. അപ്പൊ അത് കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ഒതുവാനുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ദുആഇന്റെ ഉത്തരം അവന് ലഭിച്ചു കൊള്ളണമെന്നില്ല. അതേപ്രകാരം തന്നെ വഇമ്മാ ലിദുഅഫിൽ ഖൽബി, അവന്റെ ഹൃദയത്തിന്റെ ബലഹീനത മൂലമായിരിക്കാം. വഅദ്മി ഇഖ്ബാലിഹി അലല്ലാഹി വജംഇയ്യതിഹി അലൈഹി വഖത് ദുആ, മറ്റൊരു കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്താണ്? വജംഇയ്യതിഹി അലൈഹി വഖത് ദുആ, ദുആഇന്റെ സന്ദർഭത്തിൽ അവന്റെ ഹൃദയത്തെ അല്ലാഹുവിനോട് തിരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ അവൻ തേടുന്ന കാര്യം എന്താണോ അവന്റെ ആവശ്യം, ആ ആവശ്യം അവന്റെ ഹൃദയത്തിൽ കൊണ്ടുവരികയും അതുമായി നേരെ അല്ലാഹുവിനോട്ട് നേരിടുകയും ചെയ്യണം. അല്ലാഹുവിലേക്ക് മനസ്സിന്റെ സാന്നിധ്യം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ആവശ്യം അവന്റെ ഹൃദയത്തിൽ കൊണ്ടുവന്നുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അവൻ പ്രാർത്ഥിക്കേണ്ടത്, ദുആ ചെയ്യേണ്ടത്. അങ്ങനെയല്ല ചെയ്യുന്നത് എങ്കിൽ ഫയകൂനു ബിമൻസിലത്തിൽ ഖൗസിൽ യഖ്ബി ജിദ്ദ, അവന്റെ ഹൃദയത്തിൽ സാന്നിധ്യമില്ല, അവൻ വെറുതെ ദുആ ചെയ്യുന്നു, കൈ ഉയർത്തി ദുആ ചെയ്യുന്നു, പക്ഷേ ഹൃദയ സാന്നിധ്യമില്ലാതെയാണ് അവൻ ദുആ ചെയ്യുന്നത് എങ്കിൽ അത് എന്തുപോലെയാണ്? അത് ബിമൻസിലത്തിൽ ഖൗസിൽ യഖ്ബി ജിദ്ദൻ, ഖൗസ് വില്ല്, വളരെ ബലഹീനമായ വില്ലിന്റെ സ്ഥാനം പോലെയാണത്. വില്ല് ബലഹീനമാണ് എങ്കിൽ അതിൽ നിന്ന് അമ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യില്ല, അമ്പ് വളരെ വേഗതയിൽ പോവുകയില്ല, അതിന് സ്പീഡ് കുറയും, അത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചെല്ലുകയില്ല. അതേപോലെയാണ് ഹൃദയ സാന്നിധ്യമില്ലാതെ, ഹൃദയം ദുർബലമായ അവസ്ഥയിലാണ് ഒരാൾ ദുആ ചെയ്യുന്നത് എങ്കിൽ, ഹൃദയ സാന്നിധ്യമില്ലാതെയാണ് ദുആ ചെയ്യുന്നത് എങ്കിൽ ഇതേ പ്രകാരം തന്നെയാണ് അവന്റെ ദുആ എത്തേണ്ടടുത്ത് എത്തുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല
സ്വീകരിക്കുകയുമില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ കാരണം. അതല്ലെങ്കിൽ ഇജാബത്തിന് തടയുന്ന ഏതെങ്കിലും ഒരു തടസ്സം അവിടെ ഉണ്ടായേക്കാം. ഏതുപോലെ മിൻ അക്ലിൽ ഹറാം, അവൻ ഹറാമിനെ ഭക്ഷിക്കുന്നവനാണ്, ഹറാമാണ് അവൻ്റെ ഭക്ഷണം. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ദുആഇന് അല്ലാഹു ഉത്തരം നൽകുകയില്ല. അതല്ലെങ്കിൽ അക്രമം ചെയ്യുന്നവനാണ് അവൻ, അല്ലെങ്കിൽ ഈ ദുആ അതിക്രമപരമായ ഒരു ദുആ ആണ് എങ്കിൽ അതിന് ഉത്തരം ലഭിക്കുകയില്ല. അതേപ്രകാരം അവന്റെ ഹൃദയം ദുനൂബുകൾ കൊണ്ട് കറപിടിച്ചിരിക്കുകയാണ്, ഹൃദയം ദുനൂബുകൾ കൊണ്ട് പാപങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള ഹൃദയവുമായി കൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? ദുആ ചെയ്യുന്നത്. അതല്ലെങ്കിൽ അവന്റെ ഷഹ്വത്ത്, അവന്റെ ശരീരത്തിന്റെ ദുഷിച്ച ഇച്ഛകൾ, അല്ലെങ്കിൽ അശ്രദ്ധ, ഇതെല്ലാം അവനെ അതിജയിച്ചിരിക്കുകയാണ്, അവന്റെ ശ്രദ്ധയെ മറികടന്നിരിക്കുകയാണ്, അവനെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. അശ്രദ്ധയാണ് അവൻ അതിജയിച്ചിരിക്കുന്നത്. അങ്ങനെ ആണ് അവൻ ദുആ ചെയ്യുന്നത് എങ്കിൽ, അശ്രദ്ധമായി കൊണ്ടാണ് ദുആ ചെയ്യുന്നത് എങ്കിൽ ആ ദുആക്കും ഉത്തരം ലഭിക്കാൻ കാലതാമസം വരും, സ്വീകരിക്കപ്പെടണമെന്നില്ല. കമാ ഫീ മുസ്തദറക്കിൽ ഹാക്കിം, ഇമാം ഹാക്കിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്നത് പോലെ മിൻ ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദ്ഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു കൊള്ളുക, വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ഏതവസ്ഥയിലായിരിക്കണം നിങ്ങൾ ഉത്തരം ലഭിക്കും എന്ന് ഉറപ്പുള്ളവരായി കൊണ്ടായിരിക്കണം ദുആ ചെയ്യുന്നത്. നിങ്ങൾ ദുആ ചെയ്തു കൊള്ളുക, ഉത്തരം ലഭിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടിയിട്ട്. വഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു ലാ യഖ്ബലു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ, അശ്രദ്ധമായ മനസ്സിൽ നിന്ന് വരുന്ന ദുആകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ദുആ ചെയ്യുന്നുണ്ട്, എന്താണ് പറയുന്നത് എന്നവൻ അറിയില്ല, ആരോടാണ് പറയുന്നതെന്ന് അറിയില്ല, വെറുതെ ദുആ ചെയ്യുകയാണ്. അങ്ങനെയുള്ള ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല. പിന്നെന്ത് വേണം? നല്ല ഉറച്ച വിശ്വാസത്തിൽ തന്നെ ദുആ ചെയ്യണം. ഇത് സ്വീകാര്യയോഗ്യമായി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസാണ്. അതിനുശേഷം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫഹാദാ ദവാഉൻ നാഫിഉൻ മുസീലുൻ ലിദ്ദാ, ഈ പറയുന്ന ദുആ എന്നുള്ളത് രോഗങ്ങളെ നീക്കം ചെയ്യുന്ന വളരെ പ്രയോജനകരമായ ഒരു മരുന്നാണ്. വലാകിൻ ഗഫലത്തുൽ ഖൽബി, പക്ഷേ ഹൃദയത്തിന്റെ അശ്രദ്ധ, ഗഫലത്തുൽ ഖൽബി അനില്ല, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഹൃദയത്തിന്റെ അശ്രദ്ധ തുബ്തിലു ഖുവത, ഈ ദുആഇന്റെ ശക്തിയെ അത് കുറച്ചു കളയും. ദുആഇന് നല്ല ശക്തിയുണ്ട്, ശക്തി കുറഞ്ഞ ദുആയുണ്ട്, ശക്തി കൂടിയ ദുആയുണ്ട്. ദുആഇന്റെ ശക്തിയെ ക്ഷയിപ്പിച്ചു കളയും അവന്റെ ഗഫലത്ത്. വകദാലിക അക്ലുൽ ഹറാം, അതേ പ്രകാരം തന്നെ ഹറാം ഭക്ഷിക്കുകയാണെങ്കിൽ ദുആയിൽ ശക്തി ഉണ്ടാവുകയില്ല. യുബ്തിലു ഖുവതഹു വയുളഹിഫുഹ, അതിന്റെ ശക്തിയെ അത് എന്ത് ചെയ്യും? ബാത്തിലാക്കി കളയും, അതിനെ ബലഹീനമാക്കി കളയുകയും ചെയ്യും. ഇതുപോലെ കമാ ഫി സ്വഹീഹി മുസ്ലിം, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിരിക്കുന്നത് പോലെ മിൻ ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നല്ലാഹ ത്വയ്യിബുൻ, നിശ്ചയം അല്ലാഹു പരിശുദ്ധനാണ്, ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, പരിശുദ്ധമായതിനെയല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല. വ ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യം തന്നെ മുഅ്മിനീങ്ങളോടും വിളിച്ച് കൽപ്പന കൊടുക്കുകയാണ്. മുർസലീങ്ങളോട് ഏതൊരു കൽപ്പന അല്ലാഹു കൊടുത്തുവോ അതേ കൽപ്പന മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ടും അല്ലാഹു നടത്തുകയാണ്. ഫഖാൽ, അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹർ റുസുൽ കുലൂ മിനത് ത്വയ്യിബാത്, അല്ലയോ അല്ലാഹുവിന്റെ മുർസലീങ്ങളെ വിളിച്ചു, മുർസലീങ്ങളെ, അല്ലയോ ദൂതന്മാരെ, കുലൂ, നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക, മിനത് ത്വയ്യിബാത്, ശുദ്ധമായതിൽ നിന്ന്, ഹലാലായതിൽ നിന്ന്, നല്ലതിൽ നിന്നായിരിക്കണം നിങ്ങൾ ഭക്ഷിക്കേണ്ടത്. വഅമലു സാലിഹ, അങ്ങനെ നിങ്ങൾ സൽപ്രവർത്തികൾ ചെയ്യുകയും വേണം. ഇന്നി ബിമാ തഅമലൂന അലീം, നിശ്ചയമായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ ഞാൻ അറിയുന്നവനാണ്. ഇത് അമ്പിയാക്കൾക്കുള്ള, മുസ്ലിങ്ങൾക്കുള്ള അല്ലാഹുവിന്റെ കൽപ്പനയാണ്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, വഖാൽ, അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന റിസ്ഖിൽ നിന്ന് നല്ലതിനെ, ശുദ്ധമായതിനെ, ഹലാലായതിനെ നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക എന്നുള്ള അല്ലാഹുവിന്റെ കൽപ്പന. ഈ രണ്ട് ആയത്തും പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ കഥ പറഞ്ഞു.
ثم ذكر الرجل, ഒരു മനുഷ്യനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? യുതീലു സഫർ, അദ്ദേഹം ദീർഘമായ യാത്ര ചെയ്ത ഒരു മനുഷ്യനാണ്, ദീർഘയാത്ര ചെയ്ത ഒരു മനുഷ്യൻ. അശ്അത അഗ്ബറ, പൊടിപുരണ്ട്, മുടിയെല്ലാം പാറിപ്പറക്കുന്ന പൊടിപുരണ്ടതായ അവസ്ഥയിലുള്ള ഒരു മനുഷ്യൻ. അങ്ങനെയുള്ള ആളുകളുടെ ദുആക്ക് ഉത്തരം ലഭിക്കാൻ എളുപ്പമാണ്. ദീർഘമായ യാത്ര, അതേപ്രകാരം തന്നെ പൊടിപുരണ്ട് വളരെ ക്ഷീണിതനായ അവസ്ഥ, അവൻ മുത്തറാണ്, അവന്റെ ദുആക്ക് ഉത്തരം കിട്ടാൻ വളരെ എളുപ്പമാണ്. അതേപ്രകാരം യമുദ്ദു യദൈഹി ഇലസ്സമാ, ആകാശത്തേക്ക് അവന്റെ രണ്ട് കരങ്ങളും ഉയർത്തിയിരിക്കുകയാണ്. രണ്ട് കരങ്ങൾ അള്ളാഹുവിലേക്ക് ആകാശത്തേക്ക് ഉയർത്തുന്നതും ഉത്തരം ലഭിക്കാൻ വളരെ എളുപ്പമുള്ള മാർഗമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹയ്യുൻ കരീമുൻ, ലജ്ജയുള്ളവനും മാന്യനും ഉദാരനുമാണ്. യസ്തഹയി മിൻ അബ്ദിഹി ഇദാ റഫഅ ഇലൈഹി യദൈ അൻ യറുദ്ദഹുമാ സഫർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരു അടിമ അവന്റെ ഇരു കരങ്ങൾ ഉയർത്തിക്കഴിഞ്ഞാൽ അതിനെ സഫറായിക്കൊണ്ട്, ശൂന്യമായിക്കൊണ്ട് മടക്കുന്നതിന് അള്ളാഹുവിന്റെ ലജ്ജയാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ രണ്ട് കരങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തുക എന്നുള്ളതും ഉത്തരം ലഭിക്കാൻ കാരണമായ കാര്യമാണ്. അപ്പൊ ഈ മനുഷ്യൻ ദീർഘയാത്ര ചെയ്തവനാണ്, പൊടിപുരണ്ട് മുടിയെല്ലാം പാറിപ്പറന്ന് ക്ഷീണിതനാണ്. അതേപ്രകാരം യമുദ്ദു യദൈഹി ഇലസ്സമാ, ആകാശത്തേക്ക് അവന്റെ രണ്ട് കരങ്ങളും ഉയർത്തിയിട്ടുണ്ട്. എന്നിട്ട് അവൻ പറയുന്നു യാ റബ്ബി യാ റബ്ബി, എൻ്റെ റബ്ബേ എൻ്റെ റബ്ബേ എന്ന് വിളിച്ച് ദുആ ചെയ്യുകയാണ്. അതും ഉത്തരം ലഭിക്കാൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിനെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന, അള്ളാഹുവിന്റെ ഇസ്മുകൾ സിഫാത്തുകൾ മുൻനിർത്തിക്കൊണ്ടുള്ള അള്ളാഹുവിന്റെ ദുആ ചെയ്യൽ, ഇതും ഉത്തരം ലഭിക്കാനുള്ള കാര്യം. ഇതെല്ലാം ഈ മനുഷ്യൻ ചെയ്യുന്നുണ്ട്. പക്ഷേ വമത്അമുഹു ഹറാം, അവന്റെ ഭക്ഷണം ഹറാമായതാണ്. വമശ്റബുഹു ഹറാം, അവന്റെ പാനീയവും ഹറാം നിറഞ്ഞതാണ്. വമൽബസുഹു ഹറാം, അവന്റെ വസ്ത്രവും ഹറാമിലൂടെയുള്ളതാണ്. വഗുദിയ ബിൽ ഹറാം, ഹറാമിലൂടെയാണ് അവൻ വളർത്തപ്പെട്ടത്, അവന്റെ ശരീരം മുഴുവൻ ഹറാമാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, അപ്പോൾ എങ്ങനെയാണ് ഇവന്റെ ചോദ്യത്തിന്, ഇവന്റെ ദുആന് ഉത്തരം ലഭിക്കപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദുആക്ക് ഉത്തരം ലഭിക്കാനുള്ള സകല കാരണങ്ങളും അവന് വന്നിട്ടുണ്ട്. പക്ഷേ അവൻ ഹറാം ഭക്ഷിക്കുന്നു എന്നുള്ള കാരണത്താൽ, ഹറാമിനെ ഉപയോഗിക്കുന്നു എന്നുള്ള കാരണത്താൽ അവന്റെ ദുആന് ഉത്തരം ലഭിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിനുശേഷം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, വദക്കറ അബ്ദുല്ലാഹി ഇബ്നുൽ ഇമാം അഹ്മദ് ഫീ കിതാബ് അസ്-സുഹ്ദ്, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹയുടെ മകൻ അബ്ദുല്ലാഹ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അസ്-സുഹ്ദ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു, ലി അബീഹി, അദ്ദേഹത്തിന്റെ പിതാവിനുള്ളതായ അസ്-സുഹ്ദ് എന്നുള്ളതായ ഗ്രന്ഥത്തിൽ, അസാബ ബനി ഇസ്രായീൽ ബലാഉൻ, സംഭവം ഇതാണ്, ബനു ഇസ്രായേലുകാർക്ക് ഒരു ബലാ, ഒരു പരീക്ഷണം നേരിടുകയുണ്ടായി, വളരെ കഠിനമായ ഒരു പരീക്ഷണം. അങ്ങനെ പരീക്ഷണം നേരിട്ട് നിവൃത്തിയില്ലാത്ത സന്ദർഭത്തിൽ ഫഖറജു മഖറജൻ, അവരെന്ത് ചെയ്തു? പുറത്തേക്ക് ഇറങ്ങി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൗണ്ടിലേക്ക് അവർ ഇറങ്ങി തിരിച്ചു. ഫഔഹല്ലാഹു അസ്സ വജല്ല ഇലാ നബിയിഹിം അൻ അഖ്ബറഹും, അപ്പോൾ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സന്ദർഭത്തിൽ അവരിലുള്ള പ്രവാചകനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വഹി നൽകി. എന്താണ് വഹി നൽകിയത്? ഇന്നകും തഖ്റുജൂന ഇല സ്വഈദി ബിഅബ്ദാനിൻ നജിസ, നിങ്ങൾ ഈ മണലാരണ്യത്തിലേക്ക്, ഈ വിജന പ്രദേശത്തേക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് നജിസായ ശരീരങ്ങൾ കൊണ്ടാണ്, മാലിന്യം കലർന്ന ശരീരങ്ങൾ കൊണ്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. വതർഫഉന ഇലയ്യ അകുഫൻ ഖദ് സഫക്തും ബിഹ ദിമാ, നിങ്ങൾ എന്നിലേക്ക് ഉയർത്തിയിരിക്കുന്നതായ കരങ്ങൾ, ആ കരങ്ങൾ മുഖേന നിങ്ങൾ രക്തം ചിന്തിയിട്ടുണ്ട്, അതിക്രമങ്ങൾ കാണിച്ചിട്ടുണ്ട്, അക്രമം ചെയ്ത കരങ്ങളാണ് നിങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. വമലഅതും ബിഹാ ബുയൂതകും മിനൽ ഹറാം, മാത്രമല്ല ആ കരങ്ങൾ കൊണ്ട് നിങ്ങളുടെ വീടുകളിൽ ഹറാമുകളെ നിറച്ചു വച്ചിരിക്കുകയാണ്, ഹറാം ധാരാളം നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അൽ ആൻ ഹീന ഇഷ്തദ്ദ ഗളബി അലൈക്കും, ഈ സന്ദർഭത്തിൽ എൻ്റെ കോപം നിങ്ങളുടെ മേൽ അതികഠിനമായിരിക്കുകയാണ്. വലൻ തസ്ദാദു മിന്നി ഇല്ലാ ബുഅദാ, അതുകൊണ്ട് ഇപ്പോൾ അകലമല്ലാതെ എന്ത് ചെയ്യാൻ പോകുന്നില്ല, വേറെ ഒന്നും അധികരിക്കാൻ പോകുന്നില്ല. അതായത് അവരുടെ ഈ ദുആ എന്താവില്ല, സ്വീകരിക്കപ്പെടുകയില്ല എന്ന് അവരെ അറിയിക്ക്. അതായത് അവരാദ്യം എന്ത് ചെയ്യണം? അവർ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളിൽ പശ്ചാത്തലിച്ച് മടങ്ങണം, അവർ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങൾക്ക് പരിഹാരം കാണണം, അതിനുശേഷം ദുആ ചെയ്താലേ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് അവരോട് പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആ പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകി എന്ന്
കിതാബ് സുഹദിൽ ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. وقال أبو ذر رضي الله عنه أبو ذر رضي الله عنه പറഞ്ഞു يكفي من الدعاء مع البر ما يكفي الطعام من الملح. അതായത് ബിർറോട് കൂടിയിട്ടായിരിക്കണം ദുആ ചെയ്യേണ്ടത്, നന്മയിൽ അധിഷ്ഠിതമായിരിക്കുന്ന ദുആയായിരിക്കണം. ഭക്ഷണത്തിന് മിൽഹ് എത്ര മതിയാകുന്നുവോ, ഭക്ഷണത്തിന് ഉപ്പ് എത്ര മതിയാകുന്നുവോ അത് മതി ദുആഇനോട്, ബിർറിനോടുകൂടെയുള്ള ദുആ, നന്മയോടുകൂടെയുള്ള ദുആ. നന്മ ചെയ്തവനാണ് എങ്കിൽ ആ നന്മയോടുകൂടെ അവൻ ചെയ്താൽ മതി, കുറച്ച് ദുആ ചെയ്താൽ മതി. അത് സ്വീകാര്യതയുണ്ട്. എന്നാൽ അതിക്രമപരമായിട്ടാണ് ദുആ ചെയ്യുന്നത് എങ്കിൽ എന്താവില്ല, ആ ദുആക്ക് ഉത്തരം ലഭിക്കുകയില്ല എന്ന് ഇമാം അബൂ ദർ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഒരു അധ്യായം കൊണ്ടുവരികയാണ്. ഫസ്ലുൻ അദ്ദുആഉ ദവാഉൻ. ദുആ എന്നുള്ളത് മരുന്നാണ്, അത് ചികിത്സയാണ്. വദ്ദുആഉ മിൻ അൻഫഇൽ അദ്വിയ. അദ്വിയത്തുകളിൽ, മരുന്നുകളിൽ ഏറ്റവും പ്രയോജനപ്രദമായ ഒരു മരുന്ന് തന്നെയാണ് ദുആ എന്നുള്ളത്. വഹുവ അദുവുൽ ബലാ. അത് ബലാഹിന്റെ ശത്രുവാണ്, പരീക്ഷണങ്ങളുടെ, അവന് നേരിടുന്ന പ്രതിസന്ധികളുടെ, പ്രയാസങ്ങൾക്കുള്ള ശത്രുവാണത്. യുദാഫിഉഹു വയുആലിജു. അത് ആ ബലാഹിനെ തടുക്കുകയും അതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യും. വയംനഉ നുസൂലഹു. ആ ബലാ അവനിലേക്ക് വന്ന് ഇറങ്ങുന്നതിനെ അത് തടുക്കും. ഇറങ്ങുന്നതിന് മുമ്പേ ദുആ ചെയ്താൽ അതിനെ തടുക്കും. അതേപ്രകാരം വയർഫഉഹു ഔ യുഖഫിഫുഹു ഇദാ നസൽ. ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഇറങ്ങിയ ബലാഹിനെ ഉയർത്തുവാൻ വേണ്ടിയിട്ടും അതല്ലെങ്കിൽ ഇറങ്ങിയിരിക്കുന്ന പ്രതിസന്ധിയെ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടിയിട്ടും ദുആ സഹായിക്കും. വഹുവ സിലാഹുൽ മുഅ്മിൻ. അത് മുഅ്മിനിന്റെ ആയുധമാണ്. അതായത് ദുആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നാണ്. നിങ്ങൾക്ക് വരുന്ന ഏതൊരു പ്രയാസമാകട്ടെ, ആ പ്രയാസത്തിന് ചികിത്സയാണ് ദുആ എന്നുള്ളത്. നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളാണെങ്കിൽ, അസ്വാരസ്യങ്ങളാണ്, ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള പ്രയാസങ്ങളാണ്, അനുസരണയില്ലാത്ത മക്കളാണ് പ്രശ്നം, അതല്ലെങ്കിൽ പഠനത്തിന് വൈകല്യമുള്ള വിദ്യാർത്ഥികളാണ്, ആ പഠന വൈകല്യമാണ് അവരുടെ പ്രശ്നമെങ്കിൽ, അതല്ലെങ്കിൽ ജോലിയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ്, കച്ചവടത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ്, കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ്, അയൽപക്ക ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ്, അതല്ലെങ്കിൽ ഒരാൾക്ക് ശക്തമായ രോഗം ബാധിച്ചിരിക്കുകയാണ്, അവന്റെ ഹൃദയത്തിനോ ശരീരത്തിന്റെ ഏതെങ്കിലും അവയവങ്ങൾക്കോ, അതല്ലെങ്കിൽ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്, ഏതൊരു പ്രയാസം, ഏതൊരു രോഗം ഒരു മനുഷ്യനുണ്ടോ ആ രോഗത്തിനുള്ള ശമനമാണ്, മരുന്ന് തന്നെയാണത് ദുആ എന്നുള്ളത്. അത് എന്ത് ചെയ്യേണ്ടതുണ്ട്, അവൻ ഒരു സിലാഹ് എന്നുള്ള നിലയിൽ, ഒരു ആയുധം എന്നുള്ള നിലയിൽ ആ പ്രയാസത്തെ തരണം ചെയ്യാൻ, അതിനെ മറികടക്കാൻ. സാധാരണ സിലാഹ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടിയിട്ട്, പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ആയുധം ഉപയോഗിക്കും. അതേപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിനെ തടുക്കാനുള്ള സിലാഹ് എന്താണ്? അത് ദുആ ആണ്. അത് പ്രയോജനകരമായ വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കമാ റവൽ ഹാക്കിം ഫീ സ്വഹീഹി. ഇമാം ഹാക്കിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് പോലെ, മിൻ ഹദീസ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നതായ ഹദീസ്. ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. ദുആ സത്യവിശ്വാസിയുടെ ആയുധമാണ്. ദുആ സത്യവിശ്വാസിയുടെ ആയുധമാണ്. വഇമാദുദ്ദീൻ, ദീനിന്റെ പ്രധാനപ്പെട്ട ഒരു തൂണാണത്. വനൂറുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാണത്. ഈ ഹദീസ് ഇമാം ഹാക്കിം ഉദ്ധരിച്ചിരിക്കുന്നതാണ്. അത് സ്വീകാര്യയോഗ്യമായ ഹദീസല്ല, എങ്കിലും അതിന്റെ ആശയം സ്വീകാര്യയോഗ്യമായ ഒരു ആശയം തന്നെയാണ്. വലഹു മഅൽ ബലാഇ സലാസു മഖാമാത്ത്. എന്നിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, ദുആഉമായി ബന്ധപ്പെട്ടുകൊണ്ട് ശേഷം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ദുആഇന്റെ 3 അവസ്ഥകളെ സൂചിപ്പിക്കുകയാണ്, വളരെ പ്രധാനപ്പെട്ട 3 അവസ്ഥകൾ. വലഹു മഅൽ ബലാഇ സലാസു മഖാമാത്തി. ഒരാൾക്ക് ബലാ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു പ്രയാസം അവനെ ബാധിക്കുകയാണ് എങ്കിൽ ആ പ്രയാസവും
അവൻ്റെ ദുആവുമായിട്ടുള്ള 3 ബന്ധങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് അഹദുഹ അൻ യകൂന അഖ്വാ മിനൽ ബലാഇ ഫയദ്ഫഉ. അവൻ്റെ ദുആ അല്ലെങ്കിൽ അവൻ്റെ ദുആ എന്താണ്? ബലാഇനേക്കാൾ അഖ്വയാണ്. അള്ളാഹു അവനക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഈ പ്രയാസത്തേക്കാൾ ശക്തിയാർന്നതാണ് അവൻ്റെ പ്രാർത്ഥന. അവൻ്റെ ദുആക്ക് നല്ല ശക്തിയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ നിബന്ധനകൾ, ഹറാമുകളിൽ നിന്നെല്ലാം മാറിയ ജീവിതം, അതേപ്രകാരം തന്നെ ഈ പറയുന്ന ദുആ നല്ല ശക്തമായ വിശ്വാസത്തോടു കൂടിയിട്ടാണ് അവൻ ചെയ്യുന്നത്. ദുആക്ക് ഉത്തരം നൽകാതിരിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം അവൻ ഒഴിവാണ്. എന്നിട്ട് നല്ല വിശ്വാസത്തോടു കൂടി ദുആ ചെയ്യുക. അങ്ങനെയുള്ള ആളുകളുടെ ദുആ അതിശക്തമായിരിക്കും. അതാണ് പറഞ്ഞത് അൻ യകൂന അഖ്വാ മിനൽ ബലാ. വരുന്ന ബലാഇനേക്കാൾ ശക്തിയുള്ളതാണ് അവൻ്റെ ദുആ. ഫയദ്ഫഉ. അങ്ങനെയാണ് എങ്കിൽ എന്ത് ചെയ്യും? ഈ ദുആ ആ ബലാഇനെ തടുത്ത് പരാജയപ്പെടുത്തി കളയും. രണ്ടാമത്തേത് അസ്സാനി അൻ യകൂന അദ്അഫ മിനൽ ബലാ. ഇവൻ ചെയ്യുന്ന ദുആ വളരെ ബലഹീനമാണ്. അതായത് ഈ പാലിക്കപ്പെടേണ്ട നിബന്ധനകളൊന്നും പാലിച്ചിട്ടില്ല. അവൻ അശ്രദ്ധനായ ഹൃദയവുമായിട്ടാണ് ദുആ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ദുആഇൻ്റെ ആദാബുകൾ ഇതൊന്നും പാലിക്കാതെ വെറുതെ ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ബലാഇനേക്കാൾ ശക്തി കുറഞ്ഞതാണ് അവൻ്റെ പ്രാർത്ഥന. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഫയഖ്വാ അലൈഹിൽ ബലാ. ഈ ബലാ അവൻ്റെ ദുആഇനെ എന്ത് ചെയ്യും? അതിജയിക്കും, അതിൻ്റെ മേൽ ശക്തി പ്രാപിക്കും. അങ്ങനെ ഫയുസാബു ബിഹിൽ അബ്ദ്. ആ ബലാ അവനെ വന്ന് പിടികൂടും. ആ അടിമത്തെ എന്ത് ചെയ്യും? ആ ബലാ, ആ പ്രതിസന്ധി അവനെ പിടികൂടും. എന്നിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു വലാകിൻ ഖദ് യുഖഫിഫുഹു വഇൻ കാന ദഈഫ. അങ്ങനെയാണെങ്കിൽ പോലും ഇവൻ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രയാസത്തെ, ബലാഇനെ ഈ ദുആ എന്ത് ചെയ്യും? ഒന്ന് ലഘൂകരിക്കാൻ ഇടയാക്കും. അവൻ്റെ ദുആക്ക് എന്താണ്? ശക്തി കുറവാണ്. എങ്കിൽ പോലും അവൻ ദുആ ചെയ്താൽ എന്താണ്? അവനക്ക് അവനെ ബാധിക്കും ആ ബലാ. പക്ഷേ ആ ബലാഇൻ്റെ ശക്തി ഒന്ന് കുറയ്ക്കാൻ, അത് ലഘൂകരിക്കാൻ ഇത് കാരണമാകും. മൂന്നാമത്തെ അവസ്ഥ അത്താലിദ് അൻ യതഖാവമ വയംനഅ കുല്ലു വാഹിദിൻ മിൻഹുമാ സാഹിബ. ഇവൻ്റെ ദുആഇനും ഒരേ ശക്തി, വരുന്ന ബലാഇനും ഒരേ ശക്തി. രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ വയംനഅ കുല്ലു വാഹിദിൻ മിൻഹുമാ സാഹിബ. ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിരോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില സന്ദർഭത്തിൽ ഇവൻ്റെ ദുആഇന് നല്ല ശക്തി ഉണ്ടാവും, ചിലപ്പോൾ എന്ത് ചെയ്യും? ശക്തി കുറയും. അപ്പോൾ ബലാ എന്ത് ചെയ്യും? അതിജയിക്കും. ഈ രീതിയിൽ മൂന്നാമതൊരു അവസ്ഥയുമുണ്ട്. എന്നിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല വഖദറ വൽ ഹാക്കിം ഫി സ്വഹീഹി. ഇമാം ഹാക്കിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കൊണ്ടുവരികയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഉദ്ധരിക്കുന്നത്. അവർ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഗ്നി ഹദറുൻ മിൻ ഖദരി. ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മർഫൂ ആക്കപ്പെട്ടിരിക്കുന്ന ഹദീസല്ല, എന്താണ്? ദുഅഫുകളുള്ള ഹദീസാണ്. എങ്കിലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മൗഖൂഫായ നിലയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നതാണ് ഈ ഉദ്ധരണി. ലാ യുഗ്നി ഹദറുൻ മിൻ ഖദരി. ഹദർ, ജാഗ്രത പാലിക്കൽ, അത് ഗനിയാവുകയില്ല, അത് മതിയാവുകയില്ല. മിൻ ഖദരിൻ, ഖദറിനെ തടുക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖദർ, ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ എത്ര ജാഗ്രത പാലിച്ചാലും എന്ത് ചെയ്യും? അവനെ അത് പിടികൂടും എന്നുള്ളതാണ് ആശയം. എങ്കിലും വദ്ദുആഉ യൻഫഉ മിമ്മാ നസല വമിമ്മാ ലം യൻസിൽ. അങ്ങനെയാണെങ്കിൽ പോലും ദുആ അവനിലേക്ക് ഇറങ്ങിയിരിക്കുന്ന കാര്യത്തിനും അതേപ്രകാരം ഇറങ്ങാനുള്ള കാര്യത്തിനും പ്രയോജനപ്രദമാണ്. അവനിലേക്കൊരു ബലാ വന്നിട്ടില്ല, വരാത്ത ഒരു ബലായിനെ തടുത്തു കളയാനും അതല്ലെങ്കിൽ വന്നിരിക്കുന്ന ഒന്നിനെ നീക്കം ചെയ്യാനും എന്താണ്? ദുആ പ്രയോജനപ്രദമാണ്. വഇന്നൽ ബലാഅ ലയൻസിലു. നിശ്ചയമായും ബലാ ഇറങ്ങും. ഫയൽഖാഹു ദുആ. അങ്ങനെ എന്ത് ചെയ്യും? ദുആ അതിനെ കണ്ടുമുട്ടും. ഫയഅതലിജാനി ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെയും ഇത് രണ്ടും പരസ്പരം എന്ത് ചെയ്യും? ഇങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ടുള്ളതായി ഈ റിപ്പോർട്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മർഫൂആയിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്നതാണ്. അതേപ്രകാരം തന്നെ ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് കാണാം. മിൻ ഹദീസ് ഇബ്നു ഉമർ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ അദ്ദുആഉ യൻഫഉ മിമ്മാ നസല വമിമ്മാ ലം യൻസിൽ. ദുആ യൻഫഉ മിമ്മാ നസല, ഇറങ്ങിയിരിക്കുന്ന ഒരു അപകടത്തെ നീക്കം ചെയ്യാൻ സഹായകരമാണ്. വമിമ്മാ ലം യൻസിൽ, ഇറങ്ങിയിട്ടില്ലാത്ത ഒന്ന് ഇറങ്ങാതിരിക്കാൻ, അതിനെ തടുക്കാനും എന്താണ്? സഹായകരം തന്നെയാണ്. ഫഅലൈക്കും ഇബാദല്ലാഹി ബിദ്ദുആ. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ ദുആഇനെ മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. വീണ്ടും ഇമാം ഹാക്കിം റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. സൗബാൻ റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യറുദ്ദുൽ ഖദറ. ഖദറിനെ തടുക്കുകയില്ല.
അള്ളാഹു ലൗഹൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഖദറിനെ തടുക്കുകയില്ല ഇല്ല ദുആ അല്ലാതെ. ദുആ എന്ത് ചെയ്യും? ഖദറിനെ തടുക്കാൻ ശേഷിയുള്ളതാണ്. വലാ യസീദു ഫിൽ ഉമുരി ഇല്ലൽ ബിർ. ഒരാളുടെ ആയുസ്സിൽ വർധനവുണ്ടാക്കുകയില്ല അവൻ ചെയ്യുന്ന നന്മയല്ലാതെ. ഒരാൾ നന്മ ചെയ്താൽ അവൻ്റെ അത് മുഖേന അവൻ്റെ ആയുസ്സിൽ വർധനമുണ്ടാകും. നിശ്ചയം ഒരു മനുഷ്യൻ അവൻ്റെ ഉപജീവന മാർഗം റിസ്ഖിനെ തടയപ്പെടും. അവനെ ബാധിക്കുന്ന ദംബുകൾ നിമിത്തം. ഇതിൽ മനുഷ്യന് അവൻ ചെയ്യുന്ന പാപങ്ങൾ നിമിത്തം അവൻ്റെ റിസ്ഖ് തടയപ്പെടും എന്നുള്ള ഈ ഭാഗം സ്ഥിരപ്പെട്ടതല്ല. അതല്ലാത്ത ആദ്യം പറഞ്ഞിരിക്കുന്ന രണ്ട് ഭാഗവും സ്വീകാര്യയോഗ്യമായിട്ട് വന്നിരിക്കുന്നതാണ്. അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ദുആ ഖദറിനെ തടുക്കും എന്നുള്ളതാണ്. അതേപ്രകാരം തന്നെ ആയുസ്സിൽ വർധനമുണ്ടാക്കും എന്ത്? നന്മ എന്നുള്ള രണ്ട് കാര്യവുമാണ്. ഇവിടെ ഖദറിനെ തടുക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു ലൗഹിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം അങ്ങനെയായിരിക്കാം. ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം. ദുആ കൊണ്ട് ആ കാര്യത്തിന് ഇന്ന ഫലമുണ്ടാകും എന്നുള്ളതും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ടാകാം? ഖദറിൽ അള്ളാഹുവിൻ്റെ ഖദറിൽ ഉള്ളതായിരിക്കാം. അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഖദറിനെ നീക്കം ചെയ്യാനും എന്ത് ചെയ്യും? തടുക്കാനും ഇത് മുഖേന സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വിഷയത്തിൽ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ദുആ അതിൽ കാണാം, വഅസ്അലുക അൻ തജ്അല കുല്ല ഖദാഇൻ ഖദൈതഹു ലി ഖൈറ. അല്ലാഹുവേ, നീ വിധിച്ചിരിക്കുന്ന എല്ലാ ഓരോ ഖദാഇനെയും അത് ഞങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കാൻ, ഖൈറായതാക്കി തീർക്കാൻ നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. അല്ലാഹു വിധിച്ചിരിക്കുന്ന വിധികളിൽ ഖദറുകളിൽ ചിലപ്പോൾ നമുക്ക് ഷർറായിട്ട് ഭവിക്കുന്നുണ്ടാകാം. ഏതൊരു ഖദറാകട്ടെ അല്ലാഹുവേ അതിന് നീ ഖൈറാക്കണമേ എന്ന് എന്ത് ചെയ്യണം? അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ആ ദുആക്കുന്നുണ്ട്, പ്രതിഫലനമുണ്ട്, ഉത്തരമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. ഇനിയും ദുആവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ അത്ഭുതങ്ങൾ, അതിൽ പാലിക്കേണ്ട മര്യാദകൾ, അതുമായി ബന്ധപ്പെട്ട അസ്റാറുകൾ, രഹസ്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ശേഷം പല അധ്യായങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പൂർണ്ണമായി വായിച്ചു തീർക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹു വബിഹംദിക നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്.